നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവകേരള സദസ്സിന് പിന്നാലെ ജനങ്ങളുമായി സംവദിക്കുമെന്ന് പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രിയുടെ പുത്തൻ പരിപാടി. മുഖാമുഖം എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടിയിൽ വിവിധ മേഖലകളിലുള്ളവരുമായാണ് മുഖ്യമന്ത്രി സംവദിക്കുക എന്നാണ് പ്രഖ്യാപനം. വിവിധ ജില്ലകളിൽ ഫെബ്രുവരി 18 മുതൽ മാർച്ച് 3 വരെ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് 1 മിനിറ്റ് മുഖ്യമന്ത്രിയുമായി സംസാരിക്കാം. നവകേരള സദസ്സിന്റെ മാതൃകയിൽ സ്പോൺസർഷിപ്പിലൂടെ പരിപാടിയായി ജില്ലാ ഭരണകൂടം പണം കണ്ടെത്തണം. പരിപാടിയുടെ നടത്തിപ്പിനായുള്ള മാർഗരേഖ പൊതുഭരണ വകുപ്പ് പുറത്തിറക്കി. നവകേരള സദസ്സിന്റെ കണക്കുകൾ ഇതുവരെയും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. വനിതകൾ, സാംസ്കാരിക പ്രവർത്തകർ, വനവാസി ദളിത് വിഭാഗങ്ങൾ, ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, വിവിധ തൊഴിൽ മേഖലയിലുള്ളവർ, കാർഷിക മേഖലയിലുള്ളവർ, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവരുമായാണ് മുഖ്യമന്ത്രി സംവദിക്കുക. വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തോടെ ഫെബ്രുവരി 18 കോഴിക്കോട് പരിപാടിക്ക് തുടക്കമാകും. കോഴിക്കോട്, കണ്ണൂർ, തൃശൂർ, എറണാകുളം, തിരുവനന്തപുരം, ആലപ്പുഴ എന്നിവിടങ്ങളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 2000-ലധികം വ്യക്തികൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് നിർദ്ദേശം. ഒരാൾക്ക് 1 മിനിറ്റ് വീതം 1 മണിക്കൂറാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് സംസാരിക്കാൻ സമയം അനുവദിച്ചിരിക്കുന്നത്. സംസാരിക്കാൻ കഴിയാത്തവർക്ക് കാര്യങ്ങൾ എഴുതി നൽകാം. ഇതൊരു പേജിൽ കവിയരുതെന്നും നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ നടത്തിയ നവകേരള സദസ്സിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ മേഖലയിലുമുള്ള വോട്ട് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇത്തവണ ഉള്ളതെന്ന് പരിപാടിയുടെ ഉള്ളടക്കം വായിച്ചാൽ മനസ്സിലാകും. വനിതകൾ, സാംസ്കാരിക പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, ആദിവാസി ദളിത് വിഭാഗങ്ങൾ, വൃദ്ധർ, പല തൊഴിൽ മേഖലയിലുള്ളവർ, ഭിന്നശേഷിക്കാർ, കൃഷിക്കാരും കർഷക തൊഴിലാളികളും, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവരുമായാണ് ഇത്തവണ മുഖ്യമന്ത്രി സംവദിക്കുന്നത്. ഏതായാലും അല്പം സമയം മാത്രമാണ് ഇവർക്കൊക്കെ മുഖ്യമന്ത്രിയുമായി സംസാരിക്കാനും നൽകിയിട്ടുള്ളത്. ഫെബ്രുവരി 18 കോഴിക്കോട് നിന്നാണ് പരിപാടി ആരംഭിക്കുക. ചോദ്യങ്ങൾ സ്ക്രീൻ ചെയ്ത ശേഷമായിരിക്കും ഉന്നയിക്കാനും എഴുതി നൽകാനും അനുവദിക്കുക. സർക്കാർ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിവാദ ചോദ്യങ്ങൾ ഉൾപ്പെടുത്താതിരിക്കാനാണിത്. കുടുംബശ്രീ, തൊഴിലുറപ്പ് പ്രവർത്തകരടക്കം പരിപാടിയിൽ കൃത്യമായി ഉൾപ്പെടുത്തണമെന്നും വലിയ ജനകീയ പങ്കാളിത്തം ഉണ്ടായിരിക്കണമെന്നും CPM നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ സദസ്സിൽ പങ്കെടുക്കാത്ത CPM പ്രവർത്തകർക്കും അനുഭാവികൾക്കും വലിയ വിലയാണ് നൽകേണ്ടി വന്നത്. പോത്തൻകോട് CITU യൂണിയനിൽപ്പെട്ട വനിതയെ സ്റ്റാൻഡിൽ കിടന്ന് ഓടാൻ പ്രാദേശിക നേതാക്കൾ അനുവദിക്കാത്ത സംഭവമുണ്ടായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റിൽ പരാജയപ്പെട്ട LDFന് ഇത്തവണ നില മെച്ചപ്പെടുത്താനായാൽ അത് സർക്കാരിനും പിണറായിക്കും ആശ്വാസമാകും. അതിനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. അതിനിടെ സാധാരണക്കാരുടെ പ്രഥമ വിഷയങ്ങൾ പോലും പരിഗണിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. സപ്ലൈകോയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് വകുപ്പ് മന്ത്രി തന്നെ അസംതൃപ്തനാണ്. എല്ലാത്തിൽ നിന്നും ജനശ്രദ്ധ മാറ്റി അവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമാണ് നവകേരള സദസ്സ് 2.0. സപ്ലൈകോയിൽ നിന്ന് 20 മുതൽ 25 രൂപയ്ക്ക് 1 കിലോ അരി കിട്ടിയിരുന്ന സ്ഥാനത്ത് 50 മുതൽ 60 രൂപ വരെ മുടക്കിയാണ് സാധാരണക്കാരൻ ഇന്ന് അരി വാങ്ങുന്നത്. ഇതിലൂടെ ഉണ്ടാകുന്ന അധിക ബാധ്യത ഉണ്ടാക്കുന്ന തലവേദന പറഞ്ഞറിയിക്കാനാകില്ല. ഏതായാലും അടുത്ത നാടകമായിട്ട് ഇറങ്ങാൻ പോവുകയാണ്. അതിൽ നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഏതൊക്കെ തരത്തിലാകും പ്രതികരണം ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. കഴിഞ്ഞ തവണ ഷൂ ആയിരുന്നെങ്കിൽ ഇത്തവണ കൂടിയ എന്തെങ്കിലും ആവും എറിയാൻ പോകുന്നത്.